ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും, ജീവിതത്തിലൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെ ഒരു സാധനം ഒരു രസമാണ്. അത് അത്രേ ഉള്ളൂ. വർഷം തുടങ്ങിയപ്പോഴേ വയ്യ, 1-ാം തീയതി വയറ് പിടിക്കുന്നത് കൃത്യം എന്താന്ന് പറയില്ല, ആൾക്കാർ വേറെയൊക്കെ വിചാരിക്കും. റെസൊല്യൂഷൻസിലൊക്കെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി പവർ കുറവുണ്ടല്ലോ. അല്ലേ, ഞാൻ കുറച്ച് ഡീസൻ്റ് ആയതല്ലേ. അപ്പോൾ ന്യൂ ഇയറിൽ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് അല്ലേ, 25 ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഈ എപ്പിസോഡ് ആക്ച്വലി നമ്മൾ കുറച്ച് സ്പോർട്സ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് ഇസ് ലൈക്ക് അബൌട്ട് പച്ച ടോക്സ് ഓൺ എവറിത്തിങ് ദാറ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സംസാരിക്കും. ഈ ലോകത്തിൻ്റെ കീഴിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി സംസാരിക്കും. അതിന് പലതരത്തിലുള്ള പ്ലേലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ തമ്മിലും കാര്യങ്ങളും എല്ലാം കണ്ടതുപോലെ തന്നെ ഇറ്റ്സ് അബൌട്ട് റെസൊല്യൂഷൻസ്. ഈ ഇയറിൽ എന്തെങ്കിലും പ്ലാന് കാര്യങ്ങളുണ്ടോ, അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളും ഉണ്ടോ? വർഷം തുടങ്ങിയപ്പോഴേ വയ്യ, 1-ാം തീയതി വയറ് പിടിക്കുന്നത് കൃത്യം എന്താന്ന് പറയില്ല, ആൾക്കാർ വേറെയൊക്കെ വിചാരിക്കും. 1-ാം തീയതി ഫുൾ ഫുഡ് പോയ്സൺ ആയിരുന്നു. അങ്ങനെ ജാനുവരി 1 തുടങ്ങിയതേ ഫുഡ് പോയ്സൺ ആണ്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം കൊണ്ട് എല്ലാ ജാനുവരിയിലും ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചക്കകത്ത് വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി ഹോസ്പിറ്റലാവാറുണ്ട്. ഇത്തവണ ഹോസ്പിറ്റലിലായിട്ടില്ല, ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ ബാത്റൂമിനകത്തായിരുന്നു ഫുൾ ടൈം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പം പീരീഡ്സ് ആയിട്ട് വയറുവേദന സഹിക്കാൻ വയ്യ. രാവിലെ തൊട്ട് ഇപ്പോൾ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഉച്ച കഴിയുന്നവരെ, ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ കിടപ്പായിരുന്നു. ഇപ്പം എണീറ്റതേ ഉള്ളൂ. ദാറ്റ് ഈസ് മൈ 2025 ഫ്രം ദ സ്റ്റാർട്ട് നൗ. ആകെ 6 ദിവസം ആയേ ഉള്ളൂ. അപ്പൊ തന്നെ വയ്യ എന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മൊത്തത്തിൽ ഫുൾ പവറിലാണ്. വേറൊന്നുമല്ല, നമുക്ക് വയ്യ എന്ന് പറയാൻ എല്ലാം എളുപ്പമാണ്. അല്ല, സീരിയസ് ആയിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു വർഷം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പലതും ഈ പറയുന്നത് പോലെ തന്നെ പല കാരണങ്ങളും കൊണ്ടുള്ള. ഇപ്രാവശ്യം ഒരു ഞാൻ നോക്കൂല, ഞാൻ നോക്കൂല. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നുള്ള കാര്യം ഞാൻ കൺഫേം ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് 2025 കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം പറ്റണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ട്രാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. സോ ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്രോഡായിട്ട് നമ്മൾ സംസാരിച്ചു. ഞാൻ ചോദിക്കുന്നത് 2024 നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവായിട്ടുള്ളതല്ല. നമ്മുടെ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് 2024 ലാസ്റ്റ് എപ്പിസോഡിൽ നീ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി 2025 ഇനി റെസൊല്യൂഷൻസ് ഓർ എനി പ്ലാൻ ഓർ എനിത്തിങ്? 2024 ഓഫായി കിടന്ന എല്ലാ സാധനത്തിനെയും ഓൺ ആക്കി എടുക്കണം എന്നുള്ളതാണ് പ്ലാൻ. ഞാൻ എടുത്തു വെക്കും കേട്ടോ. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഇതെന്താ പറയാ, നമ്മളിങ്ങനെ ഇത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് 31-ാം തീയതി നമ്മൾ ഇതിന്റെ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയാ റിവ്യൂ ചെയ്യും. നീ ഫസ്റ്റ് പറഞ്ഞതും അന്നത്തെ നിന്റെ അവസ്ഥയും എന്താന്ന്. അതേപോലെ ആദ്യത്തെ ആവശ്യമല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഒരു ആവശ്യമാണത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 60 kg നിൽക്കുകയാണ്. I was around 63 in the last few months. പക്ഷെ ഇപ്പം 60 ആയിട്ടുണ്ട്. അത് ഞാനൊരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെയിറ്റ് ആണ്. അപ്പോൾ ഒരു 1-2 years ബാക്ക് നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള സമയം, ഞങ്ങൾ പരിചയപ്പെടുന്ന സമയം നോക്കുകയാണെങ്കിൽ I was 54-55. I want to go back to that. അത്ര എത്തിയില്ലെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെങ്കിലും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. ഗെറ്റ് ബാക്ക് ഇൻ ഷേപ്പ് എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ അതെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം. ഐ വർക്ക് ഫോർ ഇറ്റ്. മേ ബി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിനേക്കാളും ആഹാരം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൊണ്ട് എത്രമാത്രം വർക്ക്ഔട്ട് ആവുന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അത് പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലൊന്ന് ഫോക്കസ് ചെയ്ത് ഇറങ്ങണം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആവട്ടെ, സോങ് ഫോർ പബ്ലിക് ആവട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ ഓഫായി കിടക്കായിരുന്നു. അതെല്ലാം ഈ തവണ എന്തായാലും നല്ലോണം ഒന്ന് ഓണാക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഐ വോണ്ട് ടു ഡു ഇറ്റ്. പ്രോപ്പറായിട്ട് വീഡിയോസ് പോകണം എന്നുള്ളതാണ് പരിപാടി. ജനുവരി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇതുവരെ വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇന്നോട്ട് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. കാരണം പറഞ്ഞില്ലേ, വയ്യാണ്ട് തുടങ്ങി ചത്തുകുത്തി ഇരുന്നത് കൊണ്ട് അധികം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിരിക്കും. ഇതൊക്കെയാണ് പ്ലാൻ. അതെ, ഈ വർഷത്തിന്റെ എൻഡ് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും 100K ഹിറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് മറ്റേതൊക്കെ പറയണോ, അതൊക്കെ കുറച്ച് ഓവറല്ലേ ചേട്ടാ?
പറയാൻ പറ്റും. അല്ല അത് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? പറയാലോ, അവസാനമല്ലേ, ഞാൻ കട്ട് ചെയ്തോളാം, വീഡിയോ വേണേൽ ഡിലീറ്റ് ചെയ്തോളാമല്ലോ. അയ്യടാ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ 2024 എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഫോക്കസ് പോയിന്റ് സ്റ്റുഡിയോ ആയിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ആ കാര്യം അതായിരിക്കും എൻ്റെ ആകെയുള്ള ഒരു ലക്ഷ്യവും എൻ്റെ എല്ലാ സംഭവങ്ങളും. ഞാൻ അതിന് വേണ്ടി തന്നെ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ ഇവിടെയും കൊച്ചിയുമായിട്ടാണ് എൻ്റെ പ്ലാനുകളെല്ലാം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. എത്രമാത്രം വർക്കൗട്ട് ആവും, എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ല. പിന്നെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഞാൻ നല്ല പൊട്ടിയിരിക്കുകയാണ്. എനിക്കിനി ഒന്നും അങ്ങോട്ട് എടുത്ത് എന്താ പറയുക, അപ്പം ചെയ്യാം എന്ന ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞാൻ. പക്ഷെ എന്നാലും ഞാൻ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 2024 മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് കണ്ടുപിടിച്ചെടുത്ത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. സോ എന്തായാലും ഈ വീഡിയോ ഞാൻ അടുത്ത വരുന്ന ഡിസംബർ 31 നോക്കുമ്പോൾ ഒരു അടിപൊളി പൊസിഷനിൽ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിനെ എത്തിച്ചിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, ബെസ്റ്റ് ഇൻ വേൾഡ്, അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മുടെ പോഡ്കാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ഒരു ഹാപ്പിനെസ്സും അതിനകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സാധനമാക്കി മാറ്റണമെന്നുണ്ട്. ആക്കിയെടുക്കാതെ എവിടെ പോവാൻ, അതൊക്കെയാണ് എൻ്റെ ആകെയുള്ളൊരു പ്ലാൻ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പല 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 ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കും അറിയാം, എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനൊരു കട്ട മെസ്സി ഫാനാണ്. ഈ മെസ്സിയുടെ കരിയറിൽ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൻ ആദ്യം എല്ലാവരും ലോകം മുഴുവനും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ബാഴ്സലോണയിലാണ്. സോ അപ്പോൾ ആകെ ക്ലബ് പ്രൊഡക്റ്റ് മാത്രമാണെന്ന് പറഞ്ഞാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അവന് വേൾഡ് കപ്പ് ഇല്ല, അങ്ങനെയായിരുന്നു സംഭവങ്ങൾ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയണത് എന്താണെന്നറിയോ? വേൾഡ് കപ്പ് റിഗ്ഡ് ആണെന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് സിമ്പിൾ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്താലും ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയാൻ മാത്രമായിട്ട് കുറേ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ കണ്ണിൽ ചിലത് മാത്രമാണ് വലുത്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് അവിടെ നിന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അതുകൊണ്ട് തന്നെ ഫുൾ പവർ, ഫുൾ ചിൽ മൂഡിൽ എപ്പിസോഡ്സ് ഇട്ടുകൊണ്ടേയിരിക്കുക. നീ നോക്കിയോ, ഈ ഒരു പവറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 6 ദിവസത്തിനിടയിൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 or 6 ഇതിപ്പോൾ എൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. ലോങ് ഫോർമാറ്റ് വീഡിയോയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയണത്. ഞാൻ 6ാമത്തെ വീഡിയോ ആണ്. ഈ റേഞ്ചിന് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വർഷാവസാനം എനിക്ക് ചിലപ്പോൾ 300-ന് മുകളിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത്രയ്ക്കൊന്നും ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനൊരു നല്ല ഒന്നാന്തരം മടിയനാണ്. പക്ഷെ എന്നാലും ഇത് മാർക്ക് ചെയ്തു. അറ്റ്ലീസ്റ്റ് സ്പോട്ടിഫൈയിൽ ഞാൻ 155 എപ്പിസോഡ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിനകത്ത് ഒരു 75 ഗസ്റ്റുകളെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും. അടുത്ത 31 ഡിസംബർ 31 കാര്യമാണ് ഞാൻ പറയണം കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ദൈവമേ, പറ്റുമായിരിക്കുമല്ലേ? പഞ്ചക്കടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും റെസൊല്യൂഷൻസിലൊക്കെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. റെസൊല്യൂഷൻസ് എടുക്കില്ല എന്നൊരു റെസൊല്യൂഷൻ ഞാൻ കുറെ കാലം മുമ്പ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു റെസൊല്യൂഷൻ എടുത്തല്ലോ. റെസൊല്യൂഷൻ അത് നീ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, റെസൊല്യൂഷൻ എടുക്കില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തതിൽ മാത്രമേ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുള്ളൂ. അല്ലാതെ ബാക്കി എടുത്ത റെസൊല്യൂഷൻ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. ഇനി ഒരിക്കലും ഞാൻ റെസൊല്യൂഷൻ എടുക്കൂല എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പോകാറില്ല. സിമ്പിൾ. ചീഞ്ഞ സാധനം. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായം എന്താണെന്നറിയോ, ഇതിനിങ്ങനെ ഈ ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ആക്ച്വലി പോഡ്കാസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ന്യൂ ഇയർ വരെ കാത്തിരുന്നിട്ടൊന്നുമല്ല. പെട്ടെന്നുണ്ടായിരുന്ന നമുക്കൊരു ഡിസിഷൻ ടപ്പട്ട സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതിന് ഈ പറയുന്ന പോലെ ജനുവരി 1 വേണമെന്നും ഡിസംബർ 31 ആവണമെന്നും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഓളല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ലൈഫിൽ ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും. ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഒരു രസമാണ്. അത് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പറയാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ട. വേറെ ഇപ്പൊ എന്താ, വേറൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്.